Data Engineer. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു EIO ഫയല് ലോഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് EIO ഫയല് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ റോബോ സ്റ്റുഡിയോ നിങ്ങളുടെ കൺട്രോളർ ആയിട്ട് കണക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിലിപ്പോൾ എനിക്ക് IO സിസ്റ്റത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, സിഗ്നൽ എടുത്ത് കഴിഞ്ഞാൽ ഇത്രയും സിഗ്നൽസ് ഉണ്ട് അല്ലേ. സോ ഇനി എനിക്ക് സിഗ്നലിൻ്റെ EIO ഫയൽ മാത്രം എനിക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം കൺട്രോളറിൽ പോവുക. ഇവിടെ സേവ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. ഓക്കെ, സോ സേവ് പാരാമീറ്റേഴ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ EIO ഫയൽ സേവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഫയൽ നെയിം EIO ഞാൻ ലേറ്റസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ടാർഗറ്റ് ഫോൾഡറിൽ ഞാനത് സേവ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇപ്പം അത് സേവ് ആയി. എനിക്ക് ഞാൻ കണ്ടോ എൻ്റെ EIO ഫയല് ഇവിടെ സേവ് ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാനത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് എൻ്റെ EIO ഫയലും അതിൻ്റെ അതിലെന്താണ് ഉള്ളതെന്നെല്ലാം എനിക്കിവിടെ ഫയലായിട്ട് ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്കിത് നോട്ട് പാഡിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇപ്പം ഇതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അല്ലെങ്കിൽ PLC ടീമിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ഇനി ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് കൺട്രോളറിലോട്ട് എന്ത് ചെയ്യാൻ, നിങ്ങൾക്കൊരു EIO ഫയൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ കസ്റ്റമറുകൾക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കിത് കൺട്രോളറിലോട്ട് ഫീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിവിടെ ലോഡ് പാരാമീറ്റേഴ്സിലോട്ട് പോവുക. ഓക്കെ, അവിടെ ആണോ ഇപ്പൊ ചോദിക്കും നിങ്ങൾക്ക് ഏത് ഫയലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തു. ഞാൻ EIO ലേറ്റസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇതിൽ 3 ഓപ്ഷൻ അടിയിൽ കാണാം: ലോഡ് ഇൻസ്റ്റൻസ് ആൻഡ് റീപ്ലേസ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഡിലീറ്റ് എക്സിസ്റ്റിംഗ് ടോപ്പിക് ആൻഡ് ലോഡ് ഇൻസ്റ്റൻസ് ആൻഡ് ബട്ട് എക്സ്ക്ലൂഡ് ഡ്യൂപ്ലിക്കേറ്റ്. നോർമലി നമ്മൾ ഡിലീറ്റ് എക്സിസ്റ്റിംഗ് ടോപ്പിക് ആൻഡ് ലോഡ് ഇൻസ്റ്റൻസ് ആണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഓൾറെഡി കൺട്രോളറിലുള്ള എല്ലാ EIO ഫയലുകളും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഫയലിലത്തെ കണ്ടന്റ് മാത്രം അവിടെ സേവ് ആയിരിക്കും. ഓക്കെ, ഓപ്പൺ കൊടുക്കുക. ലോഡ് പാരാമീറ്റേഴ്സ് ഫ്രം സെലക്ടഡ് ഫയൽസ്, യെസ്, ഓൾ എക്സിസ്റ്റിംഗ് ഇൻസ്റ്റൻസ് വിൽ ബി ഡിലീറ്റഡ്. ഓക്കെ കൊടുക്കുക. സോ ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എല്ലാം ഓൾറെഡി ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അതിനുശേഷം നമുക്ക് കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കൺട്രോളറിൽ പോവുക, റീസ്റ്റാർട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എൻ്റെ കൺട്രോളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന EIO ഫയൽസ് ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ ലോഡായി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു EIO ഫയല് ഡൗൺലോഡ് ചെയ്യലും നമ്മളൊരു EIO ഫയല് അപ്ലോഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.